ഞാൻ നമ്മളോട് പറയുന്നത്, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കും. നമ്മൾ ഒതുവെടുക്കുന്നത് കാണുന്ന കാഴ്ച തന്നെയാണ്. ഓടി ഇങ്ങോട്ട് വരും, ഓടി ഇങ്ങോട്ട് വന്നിട്ട് കയ്യ ഹൗദിനകത്തോട്ട് ഇറക്കണ്ട്. പടച്ചനെ ഒരു എന്തൊക്കെയോ ഒരു കാണിക്കണമെന്നറിയില്ല. സുബ്ഹാനല്ലാഹ്. ആ ഹൗദിനകത്ത് ചാടാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ ചാടി. ധൃതിയാടും എല്ലാവർക്കും. പണ്ട് 2 ചെറുപ്പക്കാര് മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. അപ്പൊ ഉസ്താദ് അവസാനത്തെ തഹിയ്യാത്തില സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. ഇവർ രണ്ടുപേരും പള്ളിയുടെ മുമ്പിൽ വെച്ച് പിരിഞ്ഞു. നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ഗേറ്റിന്റെ അവിടെ വെച്ച് 2 കൂട്ടുകാർ കണ്ടുമുട്ടി. അപ്പം ചോദിച്ചു, അളിയ നിനക്ക് ജമാഅത്ത് കിട്ടിയോ? ഓ, ഞാൻ ഒളുവൊക്കെ എടുത്തിട്ട് ചെന്നപ്പോഴത്തേക്ക് ഉസ്താദ് സലാം വീട്ടി, ജമാഅത്ത് കിട്ടിയില്ല അളിയ. അപ്പൊ മറ്റേവൻ പറയുക, അള്ളാണ് ഞാനെങ്ങാണ് ഒളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ ജമാഅത്തും പോയേനേന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് മനസ്സിലായി? ഇവ ഒളുവ് തന്നെ എടുത്തില്ല, നേരെ വയ്ക്കരുത്. ഇവൻ ഇന്നത്തെ ചെറുപ്പക്കാര് ഒളുവെടുക്കുന്ന കാണുമ്പോ അവനെ ഹൗദിലേക്ക് എടുത്തിട്ടേക്കാൻ തോന്നും. അങ്ങനത്തെ എടുപ്പാ. ഇവിടെ എന്താണ് ഒളുവെന്ന് പോലും നമുക്കറിയില്ല. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു ഒളുവെടുക്കുമ്പോ കരയും, നിറം മാറും ശരീരത്തിലെ. കരഞ്ഞിട്ട് പേടിച്ചിട്ട് മഹാനവറുകളുടെ ശരീരത്തിന്റെ നിറം പോലും മാറുമായിരുന്നു. അപ്പൊ ചോദിച്ചു, തങ്ങളെ നിങ്ങൾ എന്തിനാ ഒളുവെടുക്കുമ്പോ ഇങ്ങനെ കരയണേ? ഖബറും നരകമൊന്നും അല്ലല്ലോ, മരണമൊന്നും അല്ലല്ലോ. ഒളുവെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, ഒളുവെടുക്കുന്നത് അള്ളാനെ കാണാനല്ലേ. ഒളുവെടുക്കുന്ന എന്തിനാ? അള്ളായെ കാണാൻ. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാനല്ലേ ഒളുവെടുക്കണത്. അപ്പൊ പിന്നെ കരയാതിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒളുവെടുക്കുന്നത് അള്ളായെ കാണാനാണ്. അള്ളാഹുടെ മുമ്പിൽ നീ അള്ളാഹയെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നെ കാണുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹ് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ നിസ്കരിക്കുമ്പോ അപ്പൊ അള്ളാഹനെ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒളുവെടുക്കുന്നത്. ആ സമയത്ത് നീ കരയണം, നീ ഭയപ്പെടണം. ഒരാൾ ഒളുവെടുക്കുന്ന സമയം കൈ കഴുകുമ്പോ, കാല് കഴുകുമ്പോ, മുഖം കഴുകുമ്പോ, ചെവി കഴുകുമ്പോ, വാ കഴുകുമ്പോ നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ട് നീ ചെയ്ത പാപം ആ ഒളുവെടുത്തിട്ട് വീഴുന്ന തുള്ളിക്കകത്ത് അള്ളാഹു കഴുകിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ ഒളു മതി. ആ ഒളു മതി, ഒരു ഒളു മതി രക്ഷപ്പെടാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ചെറുപ്പക്കാരാ, എന്തിനാ മോനെ ധൃതി കാണിക്കുന്നത്? ഒന്നുമില്ലാതെ നിസ്കരിച്ച നിസ്കാരം ശരിയാകില്ല. അത് അള്ളാഹുവിനെ കളിയാക്കലാണ്, അത് അള്ളാഹുവിനെ പരിഹസിക്കലാണ്. അതുകൊണ്ട് നിന്റെ മരണം പോലും മോശമാകുന്ന കാര്യമാണ് ഒന്നുമില്ലാതെ നിസ്കരിക്കല്. അതുകൊണ്ട് ഞാൻ പറയുന്നു, സമാധാനത്തോടുകൂടി ഒന്നുമെടുക്ക്. ഇമാം ഗസാലി പറയുകയാ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? താടിയും തടമ്പുമല്ലടോ, താടിയും തടമ്പുമല്ലടോ. ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? പള്ളിയിലെ പൈപ്പിന്റെ ചുവട്ടിൽ നിൽക്ക്, ഒതുവെടുക്കുന്ന സ്ഥലത്ത് നിൽക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യനെ സമാധാനത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി ആരെങ്കിലും ഒതുവെടുക്കുന്നത് കണ്ടാ നീ ഉറപ്പിച്ചോ അവൻ ഈമാനുണ്ടെന്ന്. സമാധാനത്തോടുകൂടി ഒതുവെടുക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ നീ ഉറപ്പിക്കണം അവൻ ഈമാനുണ്ടെന്ന്. ഈമാനുള്ളവരാണ് സമാധാനത്തോടുകൂടി ഒതുവെടുക്കുന്നത്. ഒന്ന് കയറ്റി കഴുകുന്നത്, മുട്ടുൾപ്പെടെ കഴുകിയാൽ മതി. ഒന്ന് മുകളിലേക്ക് കയറ്റിയാൽ 3 മുടി നനഞ്ഞാ മതി. ഒന്ന് മുകളിലേക്ക് കയറ്റിയാൽ നാളെ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഹദമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, ഇതുപോലെ എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം പ്രകാശിക്കുകയാ. ഒന്നുവിന്റെ അവയവങ്ങൾ പ്രകാശിക്കുകയാ. അങ്ങനെയാണ് എന്റെ ഉമ്മത്തിനെ തിരിച്ചറിയുന്നതെന്ന് നബി തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുവെടുക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണേ, അലംഭാവം കാണിക്കരുത്. ജമാഅത്ത് കഴിഞ്ഞാ കഴിയട്ടടാ ചെറുപ്പക്കാരാ. നബി തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, പള്ളിയോടുള്ള കടമകളിൽ പെട്ടതാണ് പള്ളിക്കകത്ത് നമസ്കാരം നടക്കുകയാണ്. നീ സമാധാനത്തോടുകൂടി ഒന്നുമെടുത്തിട്ട് സമാധാനത്തോടുകൂടി വേണം പള്ളിക്കകത്ത് ജമാഅത്തിന് പോകാൻ. പള്ളിയോടുള്ള കടമകളിൽ പെട്ടത്. ചിലർ ഓടും, പള്ളിക്കകത്ത് ഓടാൻ പാടില്ല. സലാം വീട്ടിയാ വീടട്ടെ.
നിസ്കാരം ഉസ്താദ് നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അത്തഹിയ്യാത്ത് ഇരിക്കുക, ഓടുന്ന എന്തിനാ നീ? ഓടരുത്. സമാധാനത്തിൽ ഉളുവെടുത്തിട്ട് അള്ളാന്റെ വീടാ, നീ ആദരിക്കണം, നീ ബഹുമാനിക്കണം. നീ ഓടണ്ട, സലാം വീട്ടിയാ വീട്ടിട്ടെ, നിനക്ക് പ്രതിഫലം കിട്ടുമല്ലോ, നിനക്ക് പ്രതിഫലം കിട്ടുമല്ലോ. എന്തിനാ ഓടുന്ന? വീട്ടിൽ നിന്ന് ഓടുന്ന കാര്യമല്ല, പള്ളിക്കകത്ത് ഓടരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൽ ഉളുവെടുത്തിട്ട് പള്ളിക്കകത്ത് പോകുമ്പോ ഉസ്താദ് സലാം വിട്ടിയാലും നിനക്ക് പ്രതിഫലം കിട്ടും. നേരെ ചൊവ്വ ഉളുവെടുക്കാതെ പോയിട്ട് എന്തിനാ നരകത്തിൽ പോകുന്നത്? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒന്നുവോടുകൂടി നടക്ക്, എപ്പോഴും ശുദ്ധിയായിട്ട് നടക്ക്, എപ്പോഴും ശുദ്ധിയായിട്ട് നടക്ക്. ഒന്നുവ് നിസ്കരിക്കാൻ മാത്രമല്ല, ഒന്നുവെടുക്കുമ്പോ മാത്രമല്ല, നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല ഒന്നുവ്, ഉറങ്ങുമ്പോഴും ഒന്നു വേണം, നടക്കുമ്പോഴും ഒന്നു വേണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്ന സമയത്തും ഒന്നുവോടുകൂടി വേണം കിടന്നുറങ്ങാൻ. ആരെങ്കിലും കിടക്കുന്ന സമയത്ത് ഒന്നുവെടുത്താ അവന്റെ ഉറക്കവും ഇബാദത്താ. അതാ അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. മൻബാത താഹിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖദു സഅതൻ മിൻ ലൈൽ അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു. പടച്ചവനെ, നീ ഉദുബെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഉറങ്ങിയാലും കൂലിയാ സഹോദരാ, ഉറങ്ങിയാലും ഇബാദത്തിന്റെ കൂലിയാണ്. മോനെ, ഉറങ്ങുമ്പോ മാത്രമല്ല, മരിക്കുമ്പോഴും ഒതു വേണം ചെറുപ്പക്കാരാ, മരിക്കുമ്പോഴും ഒതുവോടുകൂടി വേണം മരിക്കാൻ. ഒതുവില്ലാതെ മരിക്കല്ലേ, ഒതുവില്ലാതെ മരിക്കല്ലേ. ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന ദുആ എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള അവകാശം തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഉറങ്ങുമ്പോ ഒതുവെടുക്കണേ, മരിക്കുമ്പോഴും ഒതുവോടുകൂടി വേണം മരിക്കാൻ. ഒതുവോടുകൂടി മരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന മഹത്വം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, അസ്റായിൽ, ജിബ്രീൽ വിട്, ജിബ്രീൽ വിട്, എനിക്ക് ജിബ്രീലിനെ കാണണം അസ്റായിൽ. അല്ലാഹുവിന്റെ പ്രവാചകം ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കണ്ടു എന്ന ചരിത്രം പറയുമ്പോ ഒന്നുവോടുകൂടി വേണം മരിക്കാൻ. ആരെങ്കിലും ഒന്നുപെടുത്തിട്ട് കിടക്കുന്ന കിടപ്പിലാണ് മരിക്കുന്നതെങ്കിൽ ചെറുപ്പക്കാരാ, ഒന്നുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒന്നുവോടുകൂടി മരിക്കുന്നവരുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വരുമ്പോ അവരുടെ കൂടെ ജിബ്രീൽ വരികയാണ്. അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കണ്ടിട്ടാ മരിക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, സിനിമ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, പാട്ട് കേട്ടുറങ്ങുന്നവരുണ്ടല്ലോ, പടച്ചവനെ റീൽസ് കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ. വേണ്ടടാ ചെറുപ്പക്കാരാ, അവസാനം നീ ചെയ്ത കാര്യമാണ് നീ നാളെ പരലോകത്ത് വരുമ്പോ നിനക്കുണ്ടാകുന്നത്. അവസാനമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ, പടച്ചവനെ പാട്ട് കേട്ടുകൊണ്ട് കിടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ, വലിയ നഷ്ടമാ, വലിയ വലിയ ദോഷമാ. അതുകൊണ്ട് ഒതുവെടുത്തിട്ട് വേണം കിടക്കാൻ, ഒതുവെടുത്തിട്ട് വേണം മരിക്കാൻ, ഒതുവോടുകൂടി വേണം മരിക്കാൻ. പെങ്ങളെ, വലിയ അശുദ്ധിക്കാരിയായ കുളിക്കാൻ വല്ലാത്ത മടിയാ. രാവിലെ കുളിക്കാമെന്ന് പറഞ്ഞു മാറ്റിവെക്കുകയാണ്. പടച്ചവനെ, തണുപ്പ് കാരണം കുളിച്ചില്ല. പിന്നെ മക്കളെ സ്കൂളിൽ വിടണം, കാപ്പിയുണ്ടാകണം. ആ കുളി അങ്ങ് നീണ്ടു നീണ്ടു പോവുകയാ. ശാപം കിട്ടും പെങ്ങളെ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ശപിക്കുകയാണ്. വലിയ അശുദ്ധിക്കാരിയായിട്ട് കുളി നീട്ടിക്കൊണ്ടു പോകരുത്. കഴിവിന്റെ പരമാവധി നീ എളുപ്പത്തിൽ കുളിക്ക്. പടച്ചവനെ,
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ ചെറുപ്പക്കാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ടാമത്തെ നന്മ എന്തെന്നറിയുവോ? അവൻ ഒന്നുകൂടി നടക്കുന്നവനാ, അവന് ശുദ്ധിയായി നടക്കുന്നവരാ. അല്ലാഹു തയ്യിബാണ്, അല്ലാഹുവിന് ഇഷ്ടം തയ്യിബാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങൾ ഒന്നുകൂടി നടക്ക്, ശുദ്ധിയായിട്ട് നടക്ക്. ഒന്നുപെടുക്കുമ്പോ സൂക്ഷ്മത പുലർത്ത്, ഉറങ്ങുമ്പോഴും ഒന്നുപെടുത്തിട്ട് കിടന്നുറങ്ങ്. മുറിയുകയോ മുറിയാതിരിക്കുകയോ ചെയ്യട്ടെ, നീ ഒന്നുകൂടി വേണം കിടന്നുറങ്ങാറ്. ഇങ്ങനെ നീ ജീവിച്ച അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒളിവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഉറങ്ങുമ്പോ ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ നീ എഴുന്നേക്കുന്നത് വരെ നിന്റെ തലയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ കിടപ്പിൽ കിടന്നു മരിച്ച അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുമ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ആ മലക്ക് സാക്ഷിയാകും നിന്റെ റൂഹിന്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ബിലാൽ തങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വഭാവം എപ്പോഴും ഒതുവോടുകൂടി നടക്കും. ഒതുവെടുത്ത 2 റക്അത്ത് നിസ്കരിക്കും. അല്ലാഹു ഈ നന്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 3 സമയം നിർത്താറായോ? 10:20 അൽഹംദുലില്ലാഹ്. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ്. എന്ത് വേണം? ഇരിക്കുവോ പറയണോ? നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരു നന്മ കൂടെ പറയാം. ഇരിക്കുമെങ്കിൽ ഒരു നന്മ കൂടെ പറഞ്ഞ് ദുആ ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പൊ ദുആ ചെയ്യാം. എന്ത് വേണം? പറ. ഇരിക്കുവോ? പറയണോ നിർത്തണോ? പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ കാണണമല്ല കേട്ടാ. ഇൻഷാ അല്ലാഹ്. ഇല്ല, പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ. വളയും മോതിരമൊക്കെ ഉണ്ട്. എല്ലാം ഇന്ന് ഊരിയിട്ടേ പോത്തുള്ളൂ ഇവിടെ. അൽഹംദുലില്ലാ. പ്രസിഡന്റ് പറഞ്ഞത്, ഉസ്താദെ, ഇവിടുത്തെ പ്രസിഡന്റിന് വലിയ ആഗ്രഹമൊന്നുമില്ല ഉസ്താദെ, ഈ ഓടോ സീറ്റോ ഇട്ടിരിക്കുന്നതൊന്നും. ഇതാണ് മദ്രസ. എവിടെ മദ്രസ? ആ സീറ്റ്, ആ ഓടങ്ങാണ്ട മാറ്റിയിട്ടൊന്ന് വാർക്കണമെന്നേ പറഞ്ഞുള്ളൂ. പുതിയത് പണിയണമെന്നൊന്നും പറഞ്ഞില്ല. ഉസ്താദ് ആ ഓടൊന്ന് മാറ്റണം, എന്നിട്ടൊന്ന് വാർക്കണം. അത്ര ആഗ്രഹമേ ഉള്ളൂ. അൽഹംദുലില്ലാ. അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. 3 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആയിഷ, ഞാൻ ഇന്നലെ സ്വർഗ്ഗം കണ്ടു. ഞാൻ സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ഒരാൾ ഖുർആൻ ഓതുകയാ, ഒരു ചെറുപ്പക്കാരൻ. ആ സ്വർഗത്തിന്റെ മധ്യഭാഗത്തുള്ള കൊട്ടാരത്തിനകത്തിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുന്നുണ്ട്. കേൾക്കാൻ മനോഹരമായ ശബ്ദം. എനിക്ക് നല്ല പരിചയമുണ്ട് ശബ്ദം, പക്ഷെ ആളറിയണില്ല. അങ്ങനല്ലേ ശബ്ദം നബിതങ്ങൾ പറയുന്നത്, എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദമാണ്, പക്ഷെ ആളാരാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ ആരാണെന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ, അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയ. നബിതങ്ങൾക്ക് അത്ഭുതമായി. മലക്കുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്റെ ഹാരിസാനെ? നിങ്ങൾക്ക് എങ്ങനെ പരിചയം? എങ്ങനെ ഈ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയെ നിങ്ങൾക്ക് എങ്ങനെ പരിചയം? അപ്പം മലക്കുകൾ പറഞ്ഞു കൊടുത്തു, നബിയെ, ഞങ്ങൾക്ക് മാത്രമല്ല, ആരോട് വേണമെങ്കിലും ചോദിക്കും. ഈ കാണുന്ന ഏത് മലക്കിനോട് ചോദിച്ചാലും ഹാരിസത്ത് ഇബ്നു നുഅ്മാനിന്റെ പേര് പറയും. പ്രത്യേകത എന്താ? ആ സ്വഹാബിക്ക് അല്ലാഹു നാളെ സ്വർഗ്ഗത്തിലെ ഭക്ഷണം നേരിട്ട് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ സഹാബിയുടെ പ്രത്യേകത, ആ സഹാബിക്ക് അല്ലാഹു തന്നെ കൊടുക്കും നാളെ സ്വർഗ്ഗത്തിലെ ഭക്ഷണം. അല്ലാഹു തന്നെ നേരിട്ട് ഭക്ഷണം കൊടുക്കും ആ സഹാബിയ. അപ്പൊ നബിതങ്ങൾ ഇത് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എന്ത് നന്മ ചെയ്തിട്ടാ ഈ പ്രതിഫലം കിട്ടിയേ? ഈ സഹാബി ചെയ്ത നന്മ എന്താ? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, കദാക്കൽ ബിർറു, മാതാപിതാക്കളെ സ്നേഹിച്ച മകനാണ്.
അപ്പൊ മാതാപിതാക്കളെ സ്നേഹിച്ച മകനാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എനിക്ക് എന്റെ വാപ്പാനെയും ഉമ്മാനെയും വല്ലാത്ത ഇഷ്ടമാണ്, എനിക്കും കിട്ടുമോ ഈ പ്രതിഫലം? എന്റെ മാതാപിതാക്കളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടുമോ ഈ പ്രതിഫലം? നബിതങ്ങൾ പറഞ്ഞു, നീ മാതാപിതാക്കളെ ഇഷ്ടപ്പെട്ടാൽ മലക്കുകൾ നിന്നെ സ്നേഹിക്കും. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീടും അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം നിനക്ക് നേരിട്ട് തരണമെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിച്ചാൽ മാത്രം പോരാ. ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന 3 സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അള്ളാഹു ആ പ്രതിഫലം തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബിക്ക് 3 സ്വഭാവം ഉണ്ടായിരുന്നു. ഈ 3 സ്വഭാവം നമുക്കുണ്ടോ? നമുക്കും അള്ളാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം തരും. അള്ളാഹു വാങ്ങിച്ച് കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു വാങ്ങിച്ച് കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാന്റെ അടുക്കിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ അതൊരു ഭാഗ്യമാണ് സഹോദര. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്താണ് നബിയെ ആ 3 സ്വഭാവം? ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിക്ക് മാതാപിതാക്കളോട് വല്ലാത്ത ഇഷ്ടമാണ്, വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ടാണ് ആ സ്വഹാബിയെ മലക്കുകൾ സ്നേഹിച്ചത്. എന്നാൽ അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുത്തല്ലോ. അതുമാത്രമല്ല, നാളെ സ്വർഗത്തിൽ അല്ലാഹു നേരിട്ട് ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരന് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം 3 നല്ല സ്വഭാവമാണ്. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ 3 സ്വഭാവത്തിൽ നിങ്ങൾക്കുണ്ടോ സഹോദരാ? ഈ സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നാളെ അല്ലാഹു സ്വർഗത്തിൽ നിനക്ക് ഭക്ഷണം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ 3 സ്വഭാവം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കണം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന 1ാമത്തെ ഗുണം, ആ സഹാബിക്കുണ്ടായിരുന്ന 1ാമത്തെ സ്വഭാവം, സ്വന്തം കൈകൊണ്ട് തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറ നബിയുനാ റസൂലുള്ളാഹി. ആ സഹാബിയുടെ പ്രത്യേകത, ആ സഹാബി എന്ത് ചെയ്യും? സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഒരു വട്ടമെങ്കിലും ഭക്ഷണം സ്വന്തം കൈകൊണ്ട് വാരിക്കൊടുത്ത മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കേ. നേരത്തെ പൊക്കിയ പല കൈകളും ഇപ്പൊ പൊങ്ങിയില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ നിന്നെ കുറിച്ച് ചിന്തിക്കുക. നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മ, ആ പാപത്തിന് ഈ 30, 40, 50 കൊല്ലത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഒരു ഉരുള ഭക്ഷണം നീ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ നീ ആരാണെന്ന് നിന്നെ കുറിച്ച് നീ ചിന്തിക്കുക. നിന്നെക്കാളും വലിയ ഒരു നഷ്ടമാണ് ഈ ലോകത്തുണ്ടോ? ചിന്തിക്കുവങ്ങളെ, ഉമ്മാടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി കഴിക്കാത്ത, ഭക്ഷണം കഴിക്കാത്ത ഏതെങ്കിലും ഒരു മക്കളുണ്ടോ? ഏതെങ്കിലും ഒരു മകനുണ്ടോ, മകളുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വാരിക്കടിച്ചവരാ, വാങ്ങിച്ച് കഴിച്ചവരാ, ഇന്നും അങ്ങനെ ഒന്ന് തരാൻ കൊതിക്കുന്നവരാണ്. പക്ഷേ നിന്റെ ഉമ്മയ്ക്ക് വാരിക്കൊടുക്കാൻ നിനക്ക് ഇന്ന് വരെ സമയം കിട്ടിയില്ല. ഭാര്യയുടെ വായിൽ കൊടുക്കാൻ സമയമുണ്ട്. ഓടുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു, മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിട്ട് മക്കളുടെ വായിൽ വെച്ചു കൊടുക്കുന്നു. കൂട്ടുകാരുടെ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കാൻ നിനക്ക് സമയമുണ്ട്. പക്ഷേ ആ ജന്മം നൽകിയ പ്രായം ചെന്ന മുടിയൊക്കെ നരച്ചുപോയ, തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ ആ പ്രായം ചെന്ന തള്ളയ്ക്ക് കൊടുത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ ഉസ്താദ്? പടച്ചവനെ, നമ്മൾ പലരും ഉമ്മാനെ മറന്നുപോയി, വാപ്പാനെ മറന്നുപോയി. അവരുടെ വില നമുക്കറിയുന്നില്ല. അവരുടെ കാൽച്ചുവട്ടിലാണോ സ്വർഗം കിടക്കുന്നത്? ഉമ്മാടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. ഉമ്മയാരാണ്
ആരാണെന്ന് നിനക്ക് ഇന്ന് വരെ തിരിഞ്ഞിട്ടില്ല. ഇന്നലെ വന്നവളെ നിനക്ക് വല്ലാതെ തിരിഞ്ഞു. പടച്ചവനെ സ്വന്തം ഉപ്പാനെ നിനക്ക് തിരിഞ്ഞിട്ടില്ല. ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല, ചിന്തിക്കാൻ ഞാൻ നിങ്ങളോട് പറയുകയാ. നിന്റെ ഉമ്മ ആരാണെന്നറിയുമോ? ഉമ്മയുടെ വില എന്താണെന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ കടമയാരോടാ നബിയേ? എനിക്ക് ഏറ്റവും കൂടുതൽ കടമയാരോടാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മോനെ നിന്റെ ഉമ്മയോടാണ്. ഇനി ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്. ഇനി ആരോടാ നബിയേ? നിന്റെ ഉമ്മയോടാണ്. 3 പ്രാവശ്യവും നബി തങ്ങൾ പറഞ്ഞു ഉമ്മ ഉമ്മ ഉമ്മ. പിന്നെയും ചോദിച്ചു, ഇനി ആരോടാ നബിയേ? നിന്റെ വാപ്പയോടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 3 വട്ടവും ഉമ്മ ഉമ്മ ഉമ്മ. കാരണം എന്തെന്നറിയുമോ? ഗർഭം ചുമന്നതോ 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിലൊഴിവാണ്. ഗർഭം ചുമന്നത് ഉമ്മയാ മോനെ. നിന്റെ സ്വന്തം മക്കളെ 5 മിനിറ്റ് കയ്യിൽ വെച്ചാ നിന്റെ കൈ കിടക്കുന്നല്ലോ. എന്നാ ഉമ്മ കല്യാണത്തിന് പോകാറില്ല, ഫംഗ്ഷനുകൾക്ക് പോകാറില്ല, ഉമ്മയ്ക്ക് നടക്കാൻ പറ്റാറില്ല. ഉമ്മ പടച്ചവനെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ല. ഉമ്മയ്ക്ക് നല്ലതുപോലെ ഒന്ന് കിടക്കാൻ കഴിയില്ല. കാരണം 10 മാസം ചുമന്നത് ഉമ്മയാ. പടച്ചവനെ മരണവേദനയാ. പടച്ചവനെ വലിയ വേദന സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. നിന്നെ പ്രസവിച്ചത് ഉമ്മയാണ്. പടച്ചവനെ 7-ാം മാസത്തിൽ ഉമ്മ റെസ്റ്റ് എടുക്കാൻ പോയിട്ടില്ല. പടച്ചവനെ പ്രസവം കഴിഞ്ഞ ഉമ്മ തന്നെയാ ചോറ് വെച്ചത്, ഉമ്മ തന്നെയാ വീട് തൂത്തത്, ഉമ്മ തന്നെയാ നിന്നെ കുടിപ്പിച്ചത്. ഉമ്മാന് 40 ദിവസം റെസ്റ്റ് ഇല്ലായിരുന്നു ചെറുപ്പക്കാരാ. അവിടെ ഭക്ഷണം വെക്കാനും ഉമ്മാനെ കുളിപ്പിക്കാനും ആരുമില്ലായിരുന്നു. ഉമ്മ തന്നെയാണിത് മുഴുവനും ചെയ്തത്. ഉമ്മ പട്ടിണിയാ, ഉമ്മ രോഗം പിടിച്ച് കിടക്കുകയാ. എന്നാലും നീ കരഞ്ഞ ഓടി വന്നിട്ട് നിനക്ക് പാല് തന്നു നിന്നെ വളർത്തിയത് നിന്റെ ഉമ്മയാ. മറന്നു പോകരുത്, മറന്നു പോകരുത്. നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. ആ ഉമ്മയ്ക്കാണ് നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ വെള്ളം കൊടുക്കാത്തത്. എന്റെ ചെറുപ്പക്കാരാ, വാപ്പയാരാണെന്നറിയുമോ? 4-ാമത്തെ വട്ടമാണ് നിബിധങ്ങൾ വാപ്പയുടെ പേര് പറഞ്ഞത്. വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല, ഇന്നത്തെ മക്കൾക്ക് മുഴുവനും ഉമ്മാനെ മതി. ഇന്നത്തെ മക്കൾക്ക് മുഴുവനും ഈ സദസ്സിലിരിക്കുന്ന അധികം പേർക്കും ഉമ്മാനോടാണ് സ്നേഹം. എല്ലാവർക്കും ഉമ്മ മതിയടോ. ഉപ്പാനെ ഇഷ്ടപ്പെടാത്ത മക്കളുണ്ട്, ഉപ്പാനോട് വാശി കാണിക്കുന്ന മക്കളുണ്ട്. ഉപ്പ തല്ലിയത് വെറുപ്പുള്ളത് കൊണ്ടല്ല, നീ പറയുന്നത് ഉപ്പാൻ ഇഷ്ടമില്ല എന്നാണ്. ഇല്ലടാ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പയ്ക്ക് ഉമ്മയെക്കാൾ നിന്നെ സ്നേഹിച്ചത് നിന്റെ വാപ്പയാ. വാപ്പയ്ക്കാ മക്കളോട് വല്ലാത്ത സ്നേഹം. വാപ്പ തല്ലും നമ്മള്, വഴക്കു പറയും നമ്മള്. പടച്ചവനെ സ്നേഹം കൊണ്ടാ സഹോദരാ. ഉപദേശം വരുമ്പോ നമ്മൾ കുരുത്തക്കേട് കാണിക്കുമ്പോ വാപ്പ നമ്മളെ തല്ലുമല്ലോ, വഴക്കു പറയുമല്ലോ, ദേഷ്യപ്പെട്ട് റൂമിനകത്ത് കയറി വാതിലടയ്ക്കുമല്ലോ. എന്നാ ഉമ്മ രാത്രി കിടക്കാ റൂമിനകത്ത് ചെല്ലുമ്പോ വാപ്പ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഉമ്മയോട് ചോദിക്കും, അവൻ ഉറങ്ങിയോ? എന്റെ പൊന്നുമോൻ ഉറങ്ങിയോ? അവൻ വല്ല ഭക്ഷണവും കഴിച്ചോ? ഞാൻ എന്റെ
മോനെ തല്ലിയല്ലോ, ഞാൻ എന്റെ മോനെ തല്ലിയല്ലോ, നീ അവന്റെ അടുക്കൽ പോയി ഒന്ന് സമാധാനിപ്പിക്കും. കുറച്ചു നേരം എന്റെ മോന്റെ കൂടെ ഒന്ന് പോയി കിടക്ക്. ഉപ്പയാടോ ഉമ്മയെ പറഞ്ഞു വിട്ടത്? ഉമ്മ വന്നതല്ല, ഉപ്പ പറഞ്ഞു വിട്ടതാ എന്റെ മോന്റെ അടുക്ക പോയി കിടക്കാൻ, അവനൊന്ന് ഭക്ഷണം കൊടുക്കാൻ. പടച്ചവനെ, ഇന്ന് അധികം മക്കൾക്കും വാപ്പാനെ വേണ്ട. വാപ്പയോട് വല്ലാത്ത ദേഷ്യം. മക്കളെ, വാപ്പ വാതലാടാ ചെറുപ്പക്കാരാ. ഉമ്മാടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നതെങ്കിലും ആ സ്വർഗത്തിൽ കേറാനുള്ള വാതില് വാപ്പയാ. ഉപ്പ സ്നേഹം പുറത്ത് കാണിക്കാറില്ല, ഉപ്പ പുറത്ത് കാണിക്കാറില്ല. ഉപ്പ പുറത്ത് കാണിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ആകില്ലായിരുന്നു. ഉപ്പ ദേഷ്യപ്പെട്ടാലും മനസ്സിൽ വെക്കാറില്ല. കിടന്നുറങ്ങുമ്പോഴും മൂടി വന്നിട്ട് കെട്ടിപ്പിടിച്ചു ഉമ്മ തരും വാപ്പാ. വാപ്പയുടെ കാൽച്ചുവട്ടിലല്ല, വാപ്പ സ്വർഗത്തിന്റെ വാതിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അങ്ങനെ ഒരു ഉപ്പാനെയും ഉമ്മാനെയും നിനക്ക് റബ്ബ് തന്നിട്ട് ഒരു ദിവസം പോലും, ഒരു നേരം പോലും, ഒരു വട്ടം പോലും നിന്റെ ഉപ്പയ്ക്ക് നിന്റെ കൈ കൊണ്ട് ഒരു വട്ടം പോലും നീ ചോറ് വാരി കൊടുത്തില്ലല്ലോ, ഒരൽപ്പം വെള്ളം പോലും കുടിപ്പിച്ചില്ലല്ലോ. ചിന്തിക്ക് സഹോദരാ, ചിന്തിക്ക് സഹോദരാ. അതിലെത്രയോ വട്ടം നീ നിന്റെ ഭാര്യക്ക് കൊടുത്തല്ലോ, നിന്റെ മക്കൾക്ക് കൊടുത്തല്ലോ. എന്നാ നിന്റെ ഭാര്യ ആരാണെന്നറിയോ? നീ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാകും, രോഗം പിടിച്ചു കിടക്കുകയാ. എന്നാലും പടച്ചവനെ, ഇടയ്ക്കിടയ്ക്ക് ഉപ്പയും ചോദിക്കും, ഉമ്മയും ചോദിക്കും, എന്റെ മോൻ വന്നില്ലേ, എന്റെ മോൻ വന്നില്ലേ. വീട്ടിൽ ചെല്ലാൻ താമസിച്ചു, ഉപ്പ ഉറങ്ങത്തില്ല, ഉമ്മ ഉറങ്ങത്തില്ല, എപ്പോഴും നിന്നെ കുറിച്ച് തിരക്കിക്കൊണ്ടിരിക്കും. അവസാനം നീ വീടിനകത്ത് കയറി ചെല്ലുമ്പോ നിന്റെ ഭാര്യ പറയും, എടാ തള്ള ഉറങ്ങാൻ വിടുന്നില്ല, നിങ്ങളെ തിരക്കിക്കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെല്ലാതെ നമ്മുടെ ഉമ്മ ഉറങ്ങില്ല, നമ്മുടെ ഉപ്പ ഉറങ്ങില്ല. എടോ ചെറുപ്പക്കാരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഉപ്പയും ഉമ്മയും ആരാണെന്ന് തിരിച്ചറിയാൻ ഞാനൊരു ഉദാഹരണം പറയാ. നീ ഒരു ദിവസം വീട്ടിൽ ചെന്നു, രാത്രി കിടപ്പറയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ നിന്റെ ഭാര്യ ചോദിക്കും, എന്തേ ഇക്കാ ഉറങ്ങാത്തത്, എന്തേ നിങ്ങളെ ടെൻഷൻ അടിക്കുന്നത്? എടീ, കച്ചവടം മുഴുവനും നഷ്ടത്തിലാണ്, പൈസ മുഴുവനും പോയി പെണ്ണേ, കച്ചവടം മുഴുവനും തകർന്നു പെണ്ണേ. വീട്ടിന്റെ ബെഡ്റൂമിനകത്ത് സങ്കടപ്പെട്ട് നീ ഇരിക്കുമ്പോ നമ്മുടെ ഭാര്യ പറയുന്ന ഒരു വാചകമുണ്ട്, അല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചില്ലല്ലോ. കിടപ്പറയില് സമാധാനം കിട്ടാതെ ഇരുട്ടുള്ള റൂമില് ഹാളിൽ വന്ന് ലൈറ്റ് അണച്ചിട്ട് ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വരുന്നു. പൊന്നുമകൻ ഇരുട്ടത്തിരിക്കുകയാണ്. ആ തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ കൈ കൊണ്ടുവന്ന് മകന്റെ തലയിൽ വെച്ചിട്ട് ചോദിക്കുക, എന്തേ മോനെ ഉറങ്ങുന്നില്ലേ, എന്തേ എന്റെ മോന്റെ ടെൻഷൻ എന്തേ? മാ, കച്ചവടമൊക്കെ തകർന്നു പോയി, പൈസയൊക്കെ പോയി ഉമ്മ. തലയിൽ കൈവച്ചിട്ട് ഉമ്മ പറയും, എന്റെ മോൻ എന്തിനാ പേടിക്കുന്നത്, എന്റെ മോൻ എന്തിനാ സങ്കടപ്പെടുന്നത്, ഉറക്ക ഒഴിയുന്നത് എന്തിനാ? കിടന്നുറങ്ങു മോനെ, പടച്ചറമ്പ് തരും. ഇതാണ് ഉമ്മ, ഇതാണോടോ ഉമ്മ. വഴക്കു പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ എന്ത് രസമെന്നറിയോ? രാത്രി 10 മണിക്ക് 11 മണിക്ക് 12 മണിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാതില് തുറന്നിട്ട് ഉമ്മ നമ്മളെ വഴക്കു പറയും. നേരത്തെ കാലത്തെ വീട്ടിൽ വരില്ല, ഉറങ്ങില്ല, ഭക്ഷണം കഴിക്കില്ല. ഉമ്മ വഴക്കു പറയുമ്പോഴും കേൾക്കാൻ എന്ത് രസമെന്നറിയോ? അത് ഒരു സുഖമാണ് സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അങ്ങനെ ഒരു ഉമ്മാനെ അള്ളാഹ് നിനക്ക് തന്നിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ നിന്റെ ഉമ്മയുടെ വായിലൊന്ന് ഭക്ഷണം വാരി വെച്ചു കൊടുത്തില്ലല്ലോ. പെങ്ങളെ, മാനം മറന്നു പോയില്ലേ മോളെ? ഒരു ഉമ്മയാ, നീയും ഒരു ഉമ്മയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അല്ലാഹുവേ, മഹാനായ അൽഖമർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ സ്വഹാബിയാ.
അൽഖമ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ സ്വഹാബികൾ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഖമയുടെ നാവ് പൊങ്ങുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ചോദിച്ചു, സ്വഹാബാ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയേ. പറ്റുമെങ്കിൽ ആ ഉമ്മാനെ വിളിച്ചു കൊണ്ടുവാ, പറ്റുമെങ്കിൽ ആ ഉമ്മാനെ വിളിച്ചു കൊണ്ടുവാ. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഉമ്മ, അൽഖമയുമായിട്ട് നിങ്ങൾ എങ്ങനെയാ ഉമ്മ? ഭർത്താക്കന്മാര് കേട്ടോ, വിവാഹം കഴിച്ചവര് കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നിങ്ങളുടെ മകനുമായിട്ട് എങ്ങനെയാണ്? ഉമ്മ പറഞ്ഞു, നബിയേ, എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു നബിയേ, എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ. പക്ഷേ എന്റെ മകൻ വിവാഹം കഴിച്ചപ്പോ അവന്റെ സ്വഭാവം മാറി നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ പറയുകയാ, എന്റെ മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവത്തിലും മാറ്റം വന്നു നബിയേ. എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ എന്നോട് പറയുമായിരുന്നു. ഉമ്മയുടെ പരാതി എന്തെന്നറിയുമോ? എന്ത് വിഷയമുണ്ടെങ്കിലും അൽഖമ റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറയുമായിരുന്നു. എന്നാ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ ഭാര്യയോടാണ് പറയുന്നത്, നബിയേ, എനിക്ക് രണ്ടാം സ്ഥാനമായി നബിയേ. രണ്ടാമതാണ് ഉമ്മയോട് പറയുന്നത്, ആദ്യം പറയുന്നത് ഭാര്യയോടാണ്. ഇതാണ് ഉമ്മയുടെ പരാതി. ഉമ്മാനെ വല്ലാതെ വേദനിച്ചു, ഉമ്മാനിത് വല്ലാതെ വേദനിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മ മരിക്കാൻ കിടക്കുകയാണുമ്മ, പൊരുത്തപ്പെട്ടു കൊടുക്കുമ്മ. ഇല്ല നബിയേ, ഇല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങുന്നില്ല. ഉമ്മയോട് പറഞ്ഞു പൊരുത്തപ്പെട്ടു കൊടുക്കാൻ. അൽഖമയുടെ ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ അവനെ അതുപോലെ ഞാൻ അവനെ വളർത്തിയതാ നബിയേ, അവനെന്നെ മറന്നുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടാൻ പറഞ്ഞിട്ടും മാതാവ് പൊരുത്തപ്പെടുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, കത്തിച്ച് കള സഹാബാ, ഉമ്മയുടെ പൊരുത്തമില്ലാത്തവനെ ഇനി എന്തിനാണ് തന്റെ പൊന്നാര മകനെ കത്തിക്കാൻ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ്, വേണ്ട നബിയേ, വേണ്ട നബിയേ, എന്റെ പൊന്നുമോനെ കരിക്കല്ലേ നബിയേ. അവൻ എന്നെ എത്ര വേദനിപ്പിച്ചാൽ അവൻ എന്റെ മകനാണ് നബിയേ. അപ്പോഴാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ നാവ് പൊങ്ങിയതെന്ന് ചരിത്രം അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മാതാവിന്റെ കണ്ണുനീര് നിനക്ക് ശാപമാ, ഉമ്മയുടെയും വാപ്പയുടെയും കണ്ണുനീര് നിനക്ക് ശാപമാ. പേടിക്കണം സഹോദരാ, ഉമ്മയാരാണെന്ന് നിനക്ക് ഇന്ന് വരെ തിരിഞ്ഞിട്ടില്ല. ഉമ്മയാരാണെന്ന് നിനക്ക് തിരിഞ്ഞിട്ടില്ല. ഉമ്മയുടെ മഹത്വം അറിയണമെങ്കിൽ, ഉമ്മയാരാണെന്നറിയണമെങ്കിൽ എന്റെ പിഞ്ചുമക്കൾക്ക് പഠിക്കാൻ ഒരു ഉദാഹരണം പറയാ. ഉമ്മ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ലല്ലോ. പഠിച്ചവനെ, ഒരാള് നമസ്കരിക്കാൻ കൈകെട്ടി, ഉമ്മയാരാണെന്ന് പഠിക്കാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ നിസ്കരിക്കാൻ കൈകെട്ടി. ഞാൻ എന്റെ വീടിനകത്ത് നിന്നിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. ഈ കെട്ടിയ കൈ പിന്നെ അടിക്കാൻ പാടുണ്ടോ? പറ, അഴിക്കാൻ പാടുണ്ടോ? നിങ്ങൾ എന്താ മിണ്ടാതിരിക്കണം? പാടുണ്ടോ?
എന്റെ ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ സിറാജെ, ഞാൻ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുക അല്ലാഹുവിന്റെ മുമ്പിൽ, റബ്ബിന്റെ മുമ്പിൽ സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മച്ചി വന്നിട്ട് വിളിച്ചു, മോനെ സിറാജെ, ഈ അല്ലാഹുവിന്റെ മുമ്പിൽ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ടിട്ട് എന്തേ ഉമ്മ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ വിളിച്ചാൽ നിസ്കരിക്കുന്ന മകന് സുന്നത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ എന്തേ ഉമ്മ എന്ന് ചോദിക്കണം, നിസ്കരിക്കരുത്. ഇതാണ് ഉമ്മ, ഇതാണ് ചെറുപ്പക്കാര ഉമ്മ. അങ്ങനെ ഒരു ഉമ്മാനെ നിനക്ക് തന്നിട്ട് നീ വാരിക്കൊടുത്തില്ലല്ലോ. നീ നിന്നെക്കുറിച്ച് ചിന്തിക്കുക, നിന്നെക്കുറിച്ച് നീ ചിന്തിക്ക്. ആ സഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് വാരിക്കൊടുക്കും. ആ പ്രായം ചെന്ന തള്ളയ്ക്ക് കൊടുത്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഇല്ലേ താത്താമാരെ, ഊറ്റാനുള്ളത് മുഴുവനും ഊറ്റിയില്ലേ? കെട്ടിച്ചു വിടാൻ പറ്റുമ്പോ പാപ്പാടെ ഉമ്മാടെയും മാക്സിമം ഊറ്റാൻ പറ്റുന്നത് മുഴുവനും കെട്ടിച്ചു വിട്ടപ്പോ ഊറ്റി, സ്ഥലം വാങ്ങിച്ചപ്പോ ഊറ്റി, വീട് കെട്ടിയപ്പോ ഊറ്റി. ഇനി ഊറ്റാനൊന്നുമില്ല. ഇനി അവർക്ക് വാരി കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഓ സഹോദരാ, നിനക്ക് കഴിയുമെങ്കിൽ നാളെ ചെന്നിട്ട് ആ പാവത്തിന്റെ വായിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്തില്ല. തന്റെ ഉമ്മാന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ട ആ സഹാബി, അള്ളാഹുവേ, ഉമ്മ മരിക്കുന്ന കാലം വരെ സംസാരിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മളൊക്കെ ചിന്തിക്കണം, ഉമ്മ നമ്മുടെ മുമ്പിൽ ഒന്നും മിണ്ടാറില്ല, പേടിച്ചിട്ട്. ഉമ്മയും ബാപ്പയും ഒന്നും മിണ്ടാറില്ലടോ, പേടിയാടോ. ഉമ്മ പറയും, നിങ്ങൾ മിണ്ടാതിരിക്കെ, അവൻ കിടന്ന് ചാടും. ഉമ്മ ഉപ്പാനോട് പറയാ, നിങ്ങളുടെ മോനുണ്ട്, മിണ്ടാതിരിക്കാൻ, പേടി. കാരണം ഉമ്മാനെ അടിക്കാൻ കൈപൊക്കുന്ന കാലം, ബാപ്പാനെയും ഉമ്മാനെയും ഭരിക്കുന്ന മക്കളുടെ കാലം. നബിതങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബിയന റസൂലുള്ളാഹി. ഇന്ന് പെണ്ണുങ്ങൾക്കൊക്കെ ഭർത്താവിനെയും മക്കളെയും, ഒരു പണക്കാരനായ ഭർത്താവിനെയും മക്കളെയൊക്കെ കിട്ടിയപ്പോ അവൾ ഉമ്മാനെ ഭരിക്കും, അവള് വാപ്പയോ ഭരിക്കും. നമ്മളിലധികം പേരും ഉമ്മാടെയും ഉപ്പാന്റെയും മുമ്പിൽ ശബ്ദമുയർത്തുന്നവരാ. എന്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ഉപ്പാന്റെയും ഉമ്മാന്റെയും മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കും. മിണ്ടിപ്പോകരുത്, അടങ്ങിയിരിക്ക്. ഈ റുബിയുടെ തിരിഞ്ഞുകൊള്ളണം, നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല. ഉപ്പാനോട് കൽപ്പിക്കും. ഉമ്മയോട് നമ്മൾ അത്രയും വളർന്നുപോയി സഹോദര, നമ്മളൊക്കെ അത്രയും വലിയവരായി ഉപ്പാനെയും ഉമ്മാനെയും പോലും നമ്മൾ നിയന്ത്രിക്കുന്ന മക്കളായി മാറി. അവരെ തല്ലുന്ന മക്കൾ, ചീത്ത വിളിക്കുന്ന മക്കൾ, അടിച്ചിറക്കുന്ന മക്കൾ. എടാ ചെറുപ്പക്കാരാ, നിനക്കൊരു സുന്ദരിയായ പെണ്ണും കുറച്ചു പണവും ഒരു കൊട്ടാരവും കിട്ടിയപ്പോ നിന്റെ ഉമ്മ നിനക്ക് അധികം പറ്റായി ഇല്ലേ താത്താമാരെ? ഒരു ഗൾഫുകാരനെ കിട്ടിയപ്പോ നിനക്ക് ഉമ്മാനെ ഫോൺ വിളിച്ചിട്ട് സുഖമാണോ എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിനക്കങ്ങോട്ടും ഇല്ല, സമയമില്ല. ഉമ്മാനെ വന്ന് നോക്കാൻ, ഉപ്പാനെ വന്ന് നോക്കാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. ഉപ്പാടെ ജോലി എന്തെന്നറിയോ? ഉമ്മയുടെ ജോലി എന്തെന്നറിയോ? എടാ, ഇവൻ ഗൾഫിൽ പോയി, പൈസയായി, നല്ല ജോലിയായി. ഉസ്താദിന്റെ അടുക്ക് 50-100 കൊണ്ട് കൊടുത്തിട്ട് ഉമ്മ പറയും, ഉസ്താദെ എന്റെ മോൻ ഒന്ന് ഗൾഫിൽ പോണം, ദുആ ചെയ്യണം ഉസ്താദെ. അങ്ങനെ അവിടെ ചെന്ന് ജോലിയായി. ഉമ്മ ശമ്പളമില്ലുമ്മ, ചൂടാ ഉമ്മ, റൂമില്ലുമ്മ, എല്ലാം ശരിയാകുമെന്ന് ദുആ ചെയ്ത് നിനക്ക് ഗൾഫിൽ ജോലിയായി, നല്ല നിലയിലായി. ഉമ്മ ചോദിച്ചു, മോനെ എന്നെ കൂടെ കൊണ്ടുപോകുമോ? ഉമ്മ, റൂമില്ല, വിസയില്ല, പൈസയില്ല, ബുദ്ധിമുട്ട. അവസാനം കല്യാണമെല്ലാം കഴിഞ്ഞു, നിന്റെ മകന്റെ വിവാഹമെല്ലാം കഴിഞ്ഞു. 3 മാസം ആകുന്നതിന് മുമ്പേ ഓളെ കൊണ്ടുപോയി അവൻ ഗൾഫില്. അവൻ ഉടനെ അവന്റെ ഭാര്യയെ ഗൾഫിൽ കൊണ്ടുപോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഉമ്മ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചോ ഉമ്മ, നിങ്ങൾ ഇവിടെ വിദേശത്ത് വാ ഞങ്ങളുടെ കൂടെ. ഉമ്മായിക്ക് വലിയ സന്തോഷമായി. കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞു, എന്റെ മോൻ എന്നെ ഗൾഫിൽ കൊണ്ടുപോവാ. പാവം പാസ്പോർട്ടൊക്കെ എടുത്തു, റെഡിയായിരിക്കും. അവസാനം ടിക്കറ്റൊക്കെ എടുത്ത് ഉമ്മ എയർപോർട്ടിൽ പോയി ഇറങ്ങി. മോൻ വന്ന് ഉമ്മാനെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയപ്പോഴാ ഉമ്മായിക്ക് കാര്യം മനസ്സിലായത്. ഉമ്മാനുള്ള സ്നേഹം കൊണ്ടുപോയതല്ല, ഇവന്റെ ഭാര്യ ഗർഭിണിയാ, പേരെടുക്കാൻ കൊണ്ടുപോയതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉമ്മാനെ കൊണ്ടുപോകുന്ന എന്തിനാ? ഭാര്യ പ്രസവിക്കാറായി, വേറെ ഒരാളെ നിർത്തിയ പൈസ കൊടുക്കണം, ഇതാകുമ്പോ തിന്നാൻ കൊടുത്താൽ മതിയല്ലോ. ഇന്ന് ഉമ്മമാരുടെ ജോലി മക്കളുടെ, ഭാര്യമാരുടെ പേരെടുക്കൽ, കുഞ്ഞുങ്ങളെ നോക്കൽ.
വാപ്പ പിന്നെ വലിയ പോസ്റ്റാ വാപ്പായിക്ക്. ഇപ്പം നാട്ടിൽ കൊട്ടാരം പോലെ ഒരു വീട് പണിതിട്ടുണ്ട്. വാപ്പാനോട് പറയും വൈകിട്ട് പോയി ഒന്ന് കാവല് കിടക്കണേ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വാപ്പയോട് പറയുന്നത് കാവല് കിടക്കണം വീട്ടിൽ. ഇതാണ് വാപ്പയുടെ ഉമ്മയുടെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊട്ടാരം പോലെയുള്ള വീടും പണവും പവറും കിട്ടിയപ്പോ നിനക്കറിയോ, നബിതങ്ങൾ പറഞ്ഞു 3 വിഭാഗം ആൾക്കാർ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗം ആരെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, സിറാജ് തമാശ പറയുന്നതല്ല, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗം. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? ഭാര്യയുടെ അടിമയായിട്ട് കഴിയുന്ന ഭർത്താവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാട്ടുകാരുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും നീ വലിയ വഅദ് പറയുന്നവനാ. വീട്ടിൽ ചെന്ന സാധുവാ, ഭാര്യയുടെ മുമ്പിൽ ഒന്നും മിണ്ടൂല. അവൻ ഭാര്യ പറയുന്നതിനപ്പുറം മനങ്ങൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നടക്കുന്നവൻ ഭർത്താവ് ഭാര്യയുടെ അടിമയായി കഴിയുമ്പോ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. അവിടെ പോകരുതെന്ന് പറഞ്ഞാൽ അവിടെ പോകില്ല. ഭാര്യയെ പേടിച്ച് ജീവിക്കുന്ന ഭർത്താവേ, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിങ്ങൾക്കൊക്കെ അല്ല ജോലി തന്നല്ലോ, നല്ല ഇണകളെ തന്നല്ലോ, നല്ല ഭാര്യമാരെ കിട്ടിയല്ലോ, കൊട്ടാരം പോലെയുള്ള വീട് കിട്ടിയല്ലോ. പടച്ചവനെ, ഉമ്മ ഇപ്പോഴും അവിടെയാണ്, ഉപ്പ ഇപ്പോഴും അവിടെയാണ്. നീ ആ റൂമിനകത്തൊന്ന് കേറാറില്ലല്ലോ. അവസാനം പടച്ചവനെ, എങ്ങനെയെങ്കിലും ഉമ്മാനെ കൊണ്ടുവന്ന് നിന്റെ വീട്ടില്, നിന്റെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, അവര് പ്രായം ചെന്നവരാ, രോഗം പിടിച്ചവരാ. ആ പ്രായം ചെന്നവര് നിന്റെ വീടിനകത്തൊന്ന് തുപ്പിയാല്, അവരറിയാതെ ഒന്ന് തുപ്പിയാല്, നിന്റെ വീടിനകത്തൊന്ന് മലമൂത്ര വിസർജനം നടത്തിയാല് സഹിക്കാൻ പറ്റുന്നില്ലടോ. പ്രായം ചെന്നവരറിഞ്ഞുകൊണ്ട് ബോധമുള്ള ഒരാളും ബെഡ്റൂമില് മൂത്രമൊഴിക്കില്ല. ബോധമുള്ള ഒരാളും വീടിനകത്ത് റൂമിനകത്ത് തുപ്പാറില്ല. പക്ഷേ അറിയാതെ ആ പാപങ്ങളൊന്ന് ചെയ്താ നിങ്ങളുടെ ഭാര്യ പറയുന്ന എവിടെയെങ്കിലും കൊണ്ടൊന്ന് കളാ, എനിക്ക് വയ്യ ഇതുങ്ങളെ നോക്കാറ്. പടച്ചവരെ, അങ്ങനെ പറയുമ്പോ ഉമ്മാടെയും ഉപ്പാന്റെയും മുമ്പിൽ പോയിട്ട് ശബ്ദമുയർത്തി സംസാരിക്കുന്ന മക്കളോട്, നിനക്ക് സഹിക്കുന്നില്ല, നിന്റെ വീട്ടിലൊന്ന് തുപ്പിയപ്പോ, ഒന്ന് മൂത്രമൊഴിച്ചപ്പോ അത് തുടച്ചാ പോകും, അതൊന്ന് കഴുകിയാ പോകും. പക്ഷേ നീയൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, മറന്നു പോകരുത്. എത്രയോ പ്രാവശ്യം ഉമ്മാടെ മുഖത്ത് ഞാനും നിങ്ങളും തുപ്പിയിട്ടുണ്ടോ? ഉമ്മാന്റെ മുഖത്ത് ഛർദിച്ചിട്ടില്ലേ? ഉപ്പാന്റെ ഉമ്മാന്റെയും ശരീരത്തിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട്, വിസർജിച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അവരെ തല്ലിയിട്ടില്ലേ? അവരെ ഒരുപാട് നമ്മൾ വേദനിപ്പിച്ചിട്ടില്ലേ? നീ മൂത്രമൊഴിച്ചപ്പോ നിന്റെ വാപ്പ നിന്നെ വലിച്ചെറിഞ്ഞില്ലല്ലോ. നീ കാഷ്ടിച്ചപ്പോ നിന്റെ ഉമ്മ നിന്നെ വലിച്ചെറിഞ്ഞില്ലല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് ഉമ്മയുടെ മുഖത്ത് തുപ്പിക്കൊടുത്തപ്പോ എന്റെ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബനം നൽകിയ ഉമ്മയാണ് ഇന്ന് നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് നീ വീട്ടിലിട്ട് കണ്ണുനീര് കുടിപ്പിക്കുന്നത്. രക്ഷപ്പെടൂല സഹോദരാ. പെങ്ങളെ, എന്തൊക്കെ കെട്ടിയാലും ഈ ലോകത്ത് നീ എന്തൊക്കെ പണിതാലും നിന്റെ ഉമ്മയുടെ കണ്ണ് നിറയിച്ചിട്ടുണ്ടോ? നിന്റെ വാപ്പാടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? വല്ലാഹി സത്യം രക്ഷപ്പെടൂല. നീ ഹാഫിളല്ല, ആലിമല്ല, തങ്ങളല്ല, ഇനി എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നിന്റെ ഉമ്മായുടെയും വാപ്പായുടെയും മനസ്സിന്റെ ഉള്ളിൽ നീ വേദന കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വട്ടമെങ്കിലും അവരുടെ കണ്ണ് നനയിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. വെറുതെ പറഞ്ഞതല്ല, പേടിക്കണം സഹോദരാ. മറന്നു പോകരുതടോ, മറന്നു പോകരുതടോ. ഉമ്മയും ഉപ്പയെയും നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. ഉപ്പാനെ വിളിച്ച് തർക്കിക്കുന്ന പെങ്ങളെ,
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 3 പാപം ചെയ്താൽ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹ് ശിക്ഷ തരും, മരണത്തിന് ശേഷമല്ല. ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹ് ശിക്ഷ തരുന്ന 3 പാപം മരിക്കുന്നതിന് മുമ്പ് അല്ലാഹ് തരും. മരിക്കുന്നതിന് മുമ്പേ റബ്ബ് നിനക്ക് ശിക്ഷ തരുന്ന 3 പാപമുണ്ട്. അതിലെ ഒരു പാപം നിന്റെ ഉമ്മയുടെ കണ്ണുനീരാ. മാതാപിതാക്കളുടെ മനസ്സു വേദനിപ്പിക്കുന്നവന് അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഉമ്മാടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്ന മക്കളെ, നിനക്ക് ഉണ്ടടാ മോന്, നിനക്ക് ഉണ്ട് മക്കള്, നീ എഴുതി വെച്ചോ. കാലം നിന്നോട് തിരിച്ചു ചോദിക്കും. നിന്റെ ഉമ്മാടെ മുമ്പിൽ ഉയർത്തിയ കയ്യ് ഇൻഷാ അല്ലാഹ് നിന്റെ മക്കളും മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ ഉയർത്തും സഹോദരാ. ഉമ്മാനെയും ബാപ്പാനെയും ചീത്ത വിളിച്ച നിന്റെ നാവ് നീ എഴുതി വെച്ചോ. നിന്റെ മക്കളും ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നിന്നെ വിളിക്കും. അപ്പോഴേ അതിന്റെ വേദന അറിയൂ. ഹാരിസത്ത് ബിൻ ഉമാൻ എന്ന് പറയുന്ന സ്വഹാബി ഉമ്മാടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 13ാമത്തെ സ്വഭാവം എന്തെന്നറിയോ? ഉമ്മാനെ കാണാൻ ആരെങ്കിലും വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഹാരിസത്ത് ബിൻ ഉമാൻ പുറകിൽ പോകുകയാണ്. ഉമ്മയെ കാണാമെന്നവരുടെ പുറകിൽ ചെല്ലും. എന്നിട്ട് ചോദിക്കും, ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? ചോദിച്ചിട്ട് തല്ലാനല്ല, ഉമ്മാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനല്ല. നമ്മളാണോ അങ്ങനെ ചെയ്യുന്നത്? ഉമ്മാരോടെങ്കിലും നമ്മളെ കുറിച്ച് പരാതി പറഞ്ഞാൽ കൊടുത്തിട്ടും ഇവര് പറഞ്ഞു നാണം കെടുത്തു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കും. ഹാരിസ ചെന്നിട്ട് ചോദിക്കും, എന്റെ ഉമ്മ എന്നോടൊന്നും പറയാറില്ല, ഉമ്മ ഒരാഗ്രഹവും എന്നോട് പറയാറില്ല. എന്റെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടോ? അത് എന്താണെന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാരാ. ഉമ്മയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ച് അറിഞ്ഞിട്ടത് സാധിപ്പിച്ചു കൊടുക്കുന്ന സ്വഹാബിയാ മഹാനായ ഹാരിസത്ത് ബിൻ ഉമാൻ. ഈ വയല് കേൾക്കാമെന്നവരോട് പറയുകയാ, നീ ആരോടും ചോദിക്കണ്ട, ഉമ്മ പറയുന്നതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്ക്. ഉമ്മ ഐഫോൺ ചോദിച്ചില്ലല്ലോ, സ്കൂട്ടി ചോദിച്ചില്ലല്ലോ, കാറ് ചോദിച്ചില്ലല്ലോ, 10 പവൻ സ്വർണം ചോദിച്ചില്ലല്ലോ, ഉമ്മ കമ്പ്യൂട്ടർ ചോദിച്ചില്ലല്ലോ. ആകെ ഉമ്മയ്ക്ക് വേണ്ടത് മോനെ നിസ്കരിക്കുമ്പോ ധരിക്കാനുള്ള ഒരു നിസ്കാര കുപ്പായമാ. 1000 രൂപയുടെ ഒരു ഫർദയല്ലേ. ഉമ്മയ്ക്ക് അതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അധികം ഉമ്മയ്ക്കും വേണ്ടത് പടച്ചവനെ ഒരു ഫർദയും ഒരു തസ്ബീഹുമാ. ഇല്ലെങ്കിൽ പടച്ചവനെ വാപ്പയ്ക്ക് വേണ്ടത് ഒരു കൈലിയും ഒരു മുണ്ടും ഒരു ഉടുപ്പും. അല്ലാതെ മോനെ ലക്ഷങ്ങളുടെ പാന്റ് ഉമ്മയ്ക്ക് വേണ്ട, ഉപ്പയ്ക്ക് വേണ്ട. ഉപ്പാകെ പറയുന്നത് മോനെ മരുന്ന് വാങ്ങാൻ എന്തെങ്കിലും ഒന്ന് താടാ എന്ന് ചോദിക്കുമ്പോ ജീവിച്ചിരിക്കുമ്പോഴല്ലേ കൊടുക്കാൻ പറ്റും. ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോഴല്ലേ പടച്ചവനെ നമ്മളെ മോനെ എന്ന് വിളിക്കാൻ അവരേ ഉള്ളൂ. നമ്മളെ മോനെ എന്ന് പറഞ്ഞ് വിളിക്കാൻ അവരേ ഉള്ളൂ. പാപ്പയും ഉമ്മയും മരിച്ചു കഴിയുമ്പോ ഗൾഫിൽ നിന്ന് വിളിച്ചു പറയും, അടക്കണ്ട, ഞാൻ വന്നിട്ട് അടക്കിയാ മതി. മണിക്കൂറുകൾ ആ പാവങ്ങളെ വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വന്ന നാട്ടുകാരുടെ മുമ്പിൽ ഷോ കാണിച്ച് കരഞ്ഞു വിളിച്ചിട്ട് പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് ഉസ്താദന്മാരുടെ മുമ്പിൽ ഷോ കാണിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. പടച്ചവനെ 3ഉം 7ഉം വരുമ്പോ എല്ലാ കോളേജുകളിൽ നിന്ന് മുത്തഅല്ലിമീങ്ങളെയും നാട്ടുകാരെയും വിളിച്ച് പോത്ത് ബിരിയാണി വെച്ച് കൊടുക്കുന്നതിൽ കാര്യമില്ലടാ ചെറുപ്പക്കാരാ. ജീവിച്ചിരുന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്ത നീയാ. ജീവിച്ചിരുന്നപ്പോ ഉപ്പാടവായിരും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാത്തവൻ നിന്റെ വീടിനകത്തല്ലേ കടന്നത്. നിന്റെ
നിന്റെ വീടിനകത്തല്ലേ നിന്റെ ഉപ്പ കടന്നത്, നിന്റെ ഉമ്മ കടന്നത്. ജീവിച്ചിരുന്നപ്പോ നിന്റെ കൈ കൊണ്ട് ഒരു നേരത്തെ അന്നം കൊടുക്കാത്ത നീ, ഇത്തിരി വെള്ളം കൊടുക്കാത്ത നീ, പടച്ചവനെ ആയിരക്കണക്കിന് പേർക്ക് ഫുഡ് വെച്ചു കൊടുത്തിട്ട് എന്ത് കിട്ടാനാ സഹോദരാ? അതുകൊണ്ട് ചിന്തിക്കടോ, അതുകൊണ്ട് ചിന്തിക്ക്. അതുകൊണ്ട് വാഴ്ത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ റബ്ബ് നിനക്ക് ആയുസ് തന്നാൽ, ഇന്ന് വാഴ്ത് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങി പോകുമ്പോ നിന്റെ വാപ്പ ഈ സദസ്സിലുണ്ടെങ്കിൽ, നിന്റെ ഉമ്മ ഈ സദസ്സിലുണ്ടെങ്കിൽ, ആ പാപത്തിന്റെ കയ്യിൽ പിടിക്ക്, ആ പാവത്തിന്റെ കയ്യിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. വീട്ടിൽ ചെന്നിട്ട് ഉപ്പാന്റെ റൂമിൽ ചെന്നിട്ട് ഉമ്മയുടെ റൂമിൽ ചെന്ന് കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിച്ചോ. ആയുസുണ്ടെങ്കിൽ നാളെ ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോ ഭക്ഷണവും എടുത്തുകൊണ്ട് ഉമ്മാടെ റൂമിൽ ചെന്നിട്ട് ചോദിക്കണം, ഉമ്മ ഞാൻ വാരിത്തന്നാ നിങ്ങളൊന്ന് കഴിക്കുവോ? എന്റെ കൈ കൊണ്ടൊന്ന് കഴിക്കുമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും നമ്മുടെ ഉമ്മ കഴിക്കില്ലെന്ന്. ഞാൻ ഇത് കേട്ടപ്പോ, ഈ ഹദീസ് കേട്ടപ്പോ, ഞാനും എന്റെ വീട്ടിൽ ചെന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഞാനൊന്ന് വാരിത്തരട്ടെ, എന്തേടാ ഇന്ന് പ്രത്യേകത? ഉമ്മ ചോദിച്ചു, എന്തേ ഇന്ന് പ്രത്യേകത? ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം വാരിത്തന്ന അള്ള എനിക്കും വാരിത്തരും. ഉമ്മ ഒരു ഉരുള ഭക്ഷണം നിങ്ങളുടെ വായിൽ വെച്ച് തന്നാൽ അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം എനിക്ക് തരും ഉമ്മ. എന്നാ ഇത് മുഴുവനും നീ വാരിത്താടാ. ഇതാ ഉമ്മ, ഇതാടോ ഉമ്മ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിച്ചിരിക്കുന്നവർ ഒരു നേരത്തെ ഭക്ഷണം, ഒരു കവള് ഭക്ഷണമെങ്കിലും വാരിക്കൊടുക്കണം. അവരോട് പൊരുത്തം ചോദിക്ക്, അവരെ കെട്ടിപ്പിടിച്ചൊന്ന് ചുംബിക്ക്. നിനക്കിഷ്ടമില്ലെങ്കിലും അവർ ഇന്നും നിന്റെ മോനാ. അവർക്ക് നീ 50 വയസ്സായാലും എത്ര വയസ്സായാലും നിന്റെ ഉപ്പയുടെ മോനാ നീയ്, നിന്റെ ഉമ്മയുടെ മോനാ നീയ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ വേദനിപ്പിക്കല്ലേ. മരിച്ചുപോയവരിരുന്ന് കരയുകയാ, ഉസ്താദേ ഉപ്പ ഖബറില, ഉമ്മ ഖബറില, എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. എന്തിനാ ഉപ്പ നീ സങ്കടപ്പെടുന്നത്? ഇത് പറഞ്ഞപ്പോഴെങ്കിലും നിനക്ക് സങ്കടം വന്നല്ലോ. ജീവിച്ചിരുന്നിട്ട് കൊടുക്കാത്ത മക്കളുടെ മുമ്പിൽ നിനക്ക് അങ്ങനെ ഒരു മനസ്സെങ്കിലും ഉണ്ടായല്ലോ. അൽഹംദുലില്ലാഹ്. ഖബർ അറിയുമെങ്കിൽ നാളെ പോകണേ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ആ പാവങ്ങളോട് പൊരുത്തം ചോദിച്ചിട്ട് ദുആ ചെയ്യൂ. റബ്ബേ, മരിച്ചവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, അല്ലാഹുവേ, അവരുടെ പൊരുത്തം തരണേ അല്ലാ. അവരെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കള് വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അതുകൊണ്ട് നബിതങ്ങൾ പറയുകയാ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം ആ സ്വഹാബി മാതാപിതാക്കളെ സ്നേഹിച്ചു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം